സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് കനകക്കുന്നിൽ ഒരുങ്ങുന്ന ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സാംസ്കാരികം, ടൂറിസം, സിനിമ വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുമെന്നും ഈ ആഘോഷം എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. 23-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് ഫെസ്റ്റ് ഇവിടെ ആരംഭിക്കും. 23-ാം തീയതി വൈകുന്നേരം നമ്മൾ പതാക ഉയർത്തും. 23-ാം തീയതി വൈകുന്നേരം തന്നെ ഇവിടുത്തെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ മുഴുവൻ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം 24-ാം തീയതി 5:30 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ചലച്ചിത്ര താരം ശ്രീമതി ശോഭനയുടെ പ്രത്യേക നൃത്ത അവതരണം ഉണ്ടാകും. അതിനുശേഷം ഹരിശങ്കർ സംഗീത പരിപാടിയുമായി വരും. തുടർന്ന് അങ്ങോട്ട് ഇവിടെയും സെൻട്രൽ സ്റ്റേഡിയത്തിലും പൂജപ്പുരയിലും ഗ്രീൻഫീൽഡിലും സമീപങ്ങളുള്ള 35 വേദികളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നമ്മുടെ ഓണാഘോഷം കൊടികയറുകയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനകീയ പങ്കാളിത്തമുള്ള ഉത്സവമായി നമ്മുടെ തിരുവനന്തപുരത്തെ ഓണാഘോഷ പരിപാടികൾ മാറും. എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ കേരളത്തിൻ്റെ അനുഷ്ഠാന കലകളായിട്ടുള്ള പടയണി, തെയ്യം, തിറ, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകളുടെ അവതരണം എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ നിശാഗന്ധിയിൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം മറ്റു പരിപാടികൾ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റെടുക്കാം. ഓണം എന്ന് പറയുമ്പോൾ അപ്പം ലോകത്ത് എവിടെയാണെങ്കിലും മലയാളി ഓണാകും. അപ്പോൾ അതിന് ഒരു പ്രയാസവുമില്ല. അപ്പോൾ എല്ലാ പ്രയാസവും മറക്കണമെങ്കിൽ നമുക്ക് ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ഒരുപാട് കമ്മിറ്റികൾ കഴിഞ്ഞ 1 മാസമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.